ഹായ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇതുപോലെ ടെക്സ്റ്റ് മാച്ച് കട്ട് എഫക്റ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഏത് വേർഡാണ് ഹൈലൈറ്റ് ആയി കാണിക്കേണ്ടത് അത് ഗൂഗിളിൽ പോയിട്ട് ന്യൂസിൽ ആർട്ടിക്കിൾസിൽ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഞാനിവിടെ ഫോർ എക്സാമ്പിളിന് വേണ്ടി തളപതി വിജയ് എന്നൊരു വേർഡാണ് ഹൈലൈറ്റ് ആയി കാണിക്കുന്നത്. ആ ഒരു വേർഡുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസിനായിട്ട് സ്ക്രീൻഷോട്ടുകൾ എടുത്തോ. ശേഷം CapCut ഓപ്പൺ ചെയ്ത് നമ്മളെടുത്ത സ്ക്രീൻഷോട്ടുകളിൽ ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം താഴെ ആസ്പെക്ട് റേഷ്യോ ക്ലിക്ക് ചെയ്ത് അതിൽ 9:16 ആക്കുക. എന്നിട്ട് അത് സൂം ചെയ്ത് ഒന്ന് സെൻറ്ററിലാക്കി വെക്കണം ആ വേർഡ്. ശേഷം ആ സ്ക്രീൻഷോട്ടിൻ്റെ ഡ്യൂറേഷൻ ഒരു 10 സെക്കൻഡ് ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന രണ്ടാമത്തെ പോർഷൻ അത് ഓവർലേക്ക് ആഡ് ചെയ്യാം. ഇനി ആ ഓവർലേയുടെ ഓപ്പാസിറ്റി ഒന്ന് കുറക്കണം. അപ്പോൾ അതിന് വേണ്ടി സെലക്ട് ചെയ്ത് സ്പ്ലൈസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നോർമൽ 55 ആക്കി വെക്കുക. ശേഷം ബാക്കിയുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഓവർലേ ആഡ് ചെയ്ത സ്ക്രീൻഷോട്ട് ഓൾറെഡി സെൻറ്ററിലാക്കി സെറ്റ് ആക്കിയതാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി ആഡ് ചെയ്ത സ്ക്രീൻഷോട്ടുകളൊക്കെ കോപ്പി ചെയ്ത് സെൻറ്ററിലാക്കുക. ശേഷം ഓവർലേ ആഡ് ചെയ്ത സ്ക്രീൻഷോട്ട് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയുടെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത ഓരോ സ്ക്രീൻഷോട്ടുകളും 0.1 ആക്കി വെക്കുക. ഞാൻ വേർഡൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കളർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കളർ വേണ്ടതെന്ന് വെച്ചാൽ ഓവർലേ ക്ലിക്ക് ചെയ്ത് ലൈബ്രറിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാം. ഞാനിവിടെ റെഡാണ് കൊടുക്കുന്നത്. എന്നിട്ട് അത് സെലക്ട് ചെയ്തതിനു ശേഷം സ്പ്ലൈസ് ക്ലിക്ക് ചെയ്ത് അതിൽ ഡാർക്കൺ സെലക്ട് ചെയ്യാം. ശേഷം അത് ക്രോപ്പ് ചെയ്ത് ആ വേർഡ്സിലോട്ടൊന്ന് കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ആക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്ത് സൗണ്ട് എഫക്ട്സിൽ ക്യാമറ ഷട്ടർ എന്ന സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ഓരോ സ്ക്രീൻഷോട്ടിനും ആ സൗണ്ട് എഫക്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സെറ്റാക്കി വെക്കുക. ശേഷം അതുപോലെ തന്നെ ഫ്രേസർ എന്ന സൗണ്ട് എഫക്റ്റും ആഡ് ചെയ്യാം. ഇനി വീഡിയോ എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായി വീഡിയോ എഫക്റ്റിൽ ഫിഷ് എന്ന എഫക്റ്റ് ആഡ് ചെയ്യാം. ശേഷം അതേപോലെ തന്നെ വിഗ്നേറ്റ് എന്ന എഫക്റ്റും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ എഡിറ്റിംഗ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.